സോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഗരിതമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു റൂളാണ്. സോ ഇതാണ് റൂള്. ഇഫ് വി ക്യാൻ എക്സ്പ്രസ് ദ സെയിം ബേസ് ആൻഡ് നമ്പർ ആസ് പവേഴ്സ് ഓഫ് സെയിം ക്വാണ്ടിറ്റി ദെൻ ലോഗരിതം ഓഫ് നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ദീസ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ലോഗരിതം ഓഫ് 32 ടു ദ ബേസ് 8. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ലോഗരിതം ഓഫ് 32 ടു ദ ബേസ് 8. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 32ൻ്റെ അതുപോലെ തന്നെ 32ൻ്റെയും 8ൻ്റെയും നമ്മൾ എക്സ്പോണൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ 2⁵3 എന്നും 2⁵5 എന്നും 8നെയും 32നെയും എഴുതാൻ പറ്റും. ഒന്നുകൂടി പറയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഗരിതം ഓഫ് 32 ടു ദ ബേസ് 8 ആണ്. 32നെ നമുക്ക് 2⁵5 എന്നും 2⁵5 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന വാല്യൂവിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 32 കിട്ടും. അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ 3 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 8 കിട്ടും. സോ നമുക്ക് 32 എന്ന് പറയുന്ന വാല്യൂവിനെ 2⁵5 എന്നും 8നെ നമുക്ക് 2⁵3 എന്നും എഴുതാൻ പറ്റും. അപ്പോൾ രണ്ട് വാല്യൂവിനും, അതായത് 32നും 8നെയും സെയിം ബേസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ റൈറ്റ് ലോഗരിതം ഓഫ് 32 ടു ദ ബേസ് 8 ആസ്, നമ്മൾ 32ന് പകരം എന്ത് കൊടുക്കുക, 2⁵5 എന്ന് കൊടുക്കുക. ബേസിൻ്റെ സ്ഥാനത്ത്, അതായത് 8ൻ്റെ സ്ഥാനത്ത് 2⁵3 കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2⁵3 എന്ന് പറയുന്നത് ഇവിടെ നമ്പറിൻ്റെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല എഴുതേണ്ടത്, ലൈക്ക് ഇതേപോലെയാണ് എഴുതേണ്ടത്. അതായത് ലോഗരിതം ഓഫ് 32 ടു ദ ബേസ് 8 എന്ന് എഴുതിയതുപോലെ 32ൻ്റെ സ്ഥാനത്ത് 2⁵5 എന്ന് കൊടുക്കുക, 8ൻ്റെ സ്ഥാനത്ത് 2⁵3 എന്ന് കൊടുക്കുക. 8ൻ്റെ സ്ഥാനത്ത് 2⁵3 എന്ന് പറയുന്നത് ബേസ് ആയിട്ട് വേണം എഴുതാൻ. അതായത് ലോഗരിതം എന്ന് എഴുതിയിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വേണം 2⁵3 എഴുതാൻ. 32ൻ്റെ സ്ഥാനത്ത്, അതായത് നമ്പർ വരുന്ന ആ ഒരു സ്ഥാനത്ത് വേണം 2⁵5 എഴുതാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ലോഗരിതം ഓഫ് 2⁵5 to the base 2⁵3. 2⁵3 എന്ന് പറഞ്ഞാൽ 8 ആണ്, 32 എന്ന് പറഞ്ഞാൽ 2⁵5 ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് 5/3 എന്ന് കൊടുക്കാൻ പറ്റും. 5/3 എന്ന്, അതായത് ഈ നമ്പറിൻ്റെ പവർ, നമ്പർ എന്ന് പറഞ്ഞാൽ 32ൻ്റെ പവർ എത്രയാണ്, അതായത് 32 നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ 2⁵5, അപ്പോൾ 5 ആണ്. അപ്പോൾ 5/8ൻ്റെ പവർ 3. സോ 5/3 ആണ് നമ്മൾ നമ്മളെ ആൻസർ വരുന്നത്. അപ്പോൾ ലോഗരിതം ഓഫ് 32 ടു ദ ബേസ് 8 ഈക്വൽ ടു 5/3. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8 ടു ദ ബേസ്, ലോഗരിതം ഓഫ് 8 ടു ദ ബേസ് 4. അപ്പോൾ നമ്മൾ 8നെയും 4നെയും സെയിം ബേസ് വരുന്ന രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യണം. സോ സെയിം ബേസ് വരുന്ന രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 8ന് നമ്മൾ 2⁵3 അല്ലെങ്കിൽ 2³ എന്ന് എഴുതുക. 8നെ 2³ എന്ന് എഴുതുക. At the same time we can write 4 as 2². അപ്പോൾ 8നെ 2⁵3 എന്നും 4നെ 2⁵2 എന്ന് എഴുതി. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ലോഗരിതം ഓഫ് 8, ഈ 32ൻ്റെ സ്ഥാനത്ത് 8 ടു ദ ബേസ് 4. നമ്മളിങ്ങനെ എഴുതുന്നു, ലോഗരിതം ഓഫ് 8 ടു ദ ബേസ് 4. അപ്പോൾ ബേസിൻ്റെ സ്ഥാനത്ത് 4ൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണ്ടേ, 2². 4ൻ്റെ സ്ഥാനത്ത് 2² കൊടുക്കുക, 8ൻ്റെ സ്ഥാനത്ത് 2³ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്പറിൻ്റെ പവർ എത്രയാണ്, 3, ബേസിൻ്റെ പവർ 2. സോ 3/2. ഓക്കെ, നമ്പറിൻ്റെ പവർ ഡിവൈഡഡ് ബൈ ബേസിൻ്റെ പവർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 3/2 കിട്ടുന്നത്. അപ്പോൾ ലോഗരിതം ഓഫ് 8 ടു ദ ബേസ് 4 ഈക്വൽ ടു 3/2. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ലോഗരിതം ഓഫ്, ഫൈൻഡ് ദ ലോഗരിതം ഓഫ് 0.125 ടു ദ ബേസ് 0.25. 0.25ൻ്റെ
0.25 ബേസ് വരുന്ന രീതിയിൽ നമ്പർ ഏതാണ് 0.125. അപ്പോൾ 0.125 നമുക്ക് എഴുതാൻ പറ്റും 0.5 ക്യൂബ് 0.5 റേസ് ടു 3 ആണ്. ആൻഡ് 0.25 എന്ത് എഴുതാൻ പറ്റും 0.5 റേസ് ടു സ്ക്വയർ അല്ലെങ്കിൽ 0.5 റേസ് ടു 2 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ലോഗരിതം ഓഫ് 0.125 to the base 0.25. അപ്പോൾ 0.25 ബേസിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.25ന്റെ സ്ഥാനത്ത് 0.5 സ്ക്വയർ കൊടുക്കുക. അതുപോലെ തന്നെ 0.125ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 0.5 റേസ് ടു 3 എന്ന് കൊടുക്കുക. 0.5 റേസ് ടു 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്പറിന്റെ പവർ 3, ബേസിന്റെ പവർ 2. സോ 3/2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 5 ക്യൂബ് ടു ദ ബേസ് 0.5 സ്ക്വയർ. അപ്പോൾ അതിന്റെ റേഷ്യോ ഓഫ് പവേഴ്സ് ദാറ്റ് ഈസ് നമ്പറിന്റെ പവർ ഡിവൈഡഡ് ബൈ ബേസിന്റെ പവർ ദാറ്റ് ഈസ് 3/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 64. ഫൈൻഡ് ദ ലോഗരിതം ഓഫ് 64 ടു ദ ബേസ് 256. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. 64നെ നമ്മൾ 64നെയും 256നെയും നമ്മൾ സെയിം ബേസ് വരുന്ന രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോൾ 64ന് നമുക്ക് 2 റേസ് ടു 6 എന്നും 256ന് നമുക്ക് 2 റേസ് ടു 8 എന്ന് എഴുതാം. അതായത് 2 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 6 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 64 കിട്ടും. ഈ 2 എന്ന് പറയുന്ന വാല്യൂ തന്നെ നമുക്ക് 8 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 256 കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. എന്താ? ലോഗരിതം ഓഫ് 64. ഇപ്പോൾ നമ്പറിന്റെ സ്ഥാനത്ത് 64, ബേസ് എത്രയാണ്? 256. ലോഗരിതം ഓഫ് 64 ടു ദ ബേസ് 256 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 64ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 64ന്റെ സ്ഥാനത്ത് 2 റേസ് ടു 6 എന്ന് കൊടുക്കുക. ഇവിടെ 2 റേസ് ടു 6 എന്ന് കൊടുക്കുക. 256ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2 റേസ് ടു 8 എന്ന് കൊടുക്കുക. ഓക്കെ, രണ്ടും ഒരുമിച്ച് എഴുതരുത്. ഇത് കുറച്ച് താഴെയായിട്ട് വേണം എഴുതാൻ. 2 റേസ് ടു 8 എന്നുള്ളത് ലോഗരിതത്തിന്റെ താഴെയായിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാൻ. അതായത് O2 എന്നെല്ലാം പറയുന്നില്ല, CO2 എന്നെല്ലാം പറയുന്ന ആ ഒരു രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ, 2 റേസ് ടു 8 എന്ന് എഴുതുക. 64ന്റെ സ്ഥാനത്ത് 2 റേസ് ടു 6 എന്ന് എഴുതുക. അപ്പം എന്ത് വരും? ഈ എന്താണ് ലോഗരിതം ഓഫ് 2 റേസ് ടു 6 ബേസ് 2 റേസ് ടു 8. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും നമ്പറിന്റെ പവർ 6 ഡിവൈഡഡ് ബൈ ബേസിന്റെ പവർ 8. സോ 6/8ന് നമുക്ക് 2 കൊണ്ട് പിന്നെ നമ്മൾ ഫാക്ടർ ഔട്ട് ചെയ്യുവാണെങ്കിൽ 3/4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ലോഗരിതം ഓഫ് 64 ടു ദ ബേസ് 256 ഈക്വൽ ടു 3/4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കണം. എങ്ങനെയാണ്? ഇപ്പോൾ ലോഗരിതം ഓഫ് 64 ടു ദ ബേസ് 256 ആണെങ്കിൽ 64ന്റെ സ്ഥാനത്ത് 2 റേസ് ടു 6 എന്നും 256ന്റെ സ്ഥാനത്ത് ഇവിടെ കണ്ടോ എഴുതിയത് 2 റേസ് ടു 8 എന്ന് ബേസ് ആയിട്ട് വേണം എഴുതാൻ. 2 റേസ് ടു 8 കംപ്ലീറ്റ് ആയിട്ട് ബേസ് ആയിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ഇതിൽ ഞാൻ കാണിച്ചു തരാം. ദറ്റ് ഈസ് 2 റേസ് ടു 8 എന്നുള്ള ഈ ഒരു രൂപത്തിൽ വേണം എഴുതാൻ. 2 റേസ് ടു 6 എന്ന് നമ്പർ ഈ ഒരു സ്ഥാനത്ത് നമ്പറായിട്ടും 64ന്റെ സ്ഥാനത്ത് 2 റേസ് ടു 6 എന്നും 256ന്റെ സ്ഥാനത്ത് 2 റേസ് ടു 8 എന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ബേസ് സെയിം ആക്കി എഴുതിയാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ദ പവേഴ്സ് ദാറ്റ് ഈസ് നമ്പറിന്റെ അല്ലെങ്കിൽ പിന്നെ 64ന്റെ പിന്നെ പവർ 64 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 6 അതിൻ്റെ പവർ 6 ഡിവൈഡഡ് ബൈ ബേസിൻ്റെ പവർ എത്രയാണ്? ദാറ്റ് ഈസ് 8. 6/8. അപ്പോൾ അങ്ങനെയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് റൂള്. ഓക്കെ, സോ താങ്ക് യു.